എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഇസ്രയേലിലെ മത നേതാക്കളായ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും എതിരെയുള്ള 7 ന്യായവിധി കഷ്ടങ്ങൾ എന്ന നിലയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് യേശു കർത്താവ് തന്നെ മിശിഹായായി അംഗീകരിക്കാനും ദൈവത്തിന്റെ സംരക്ഷണം സ്വീകരിക്കാനും വിസമ്മതിച്ച യെരുശലേമിന് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി കഴിഞ്ഞ അധ്യായത്തിൽ നാം വായിച്ചു. മത്തായി 24 അധ്യായം 1-2 വരെയുള്ള വാക്യങ്ങളിൽ യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. യേശു കർത്താവ് യെരുശലേം ദൈവാലയത്തിൽ നിന്ന് ഒലിവ് മലയുടെ അങ്ങേ അറ്റത്തുള്ള ബെഥാന്യ എന്ന അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ ദൈവാലയ കെട്ടിടങ്ങൾ കർത്താവിന് കാണിച്ചു കൊടുക്കാൻ വന്നു. ദൈവാലയത്തിലെ മനോഹരമായ കെട്ടിടങ്ങളും അത്ഭുതകരമായ കല്ലുകളും കണ്ടിട്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു എന്ന് മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം 1 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാം. ഇതെല്ലാം നിങ്ങൾ കാണുന്നില്ലയോ എന്ന് യേശു കർത്താവ് ചോദിച്ചുകൊണ്ട്, ഇവിടെ ഒരു കല്ലിന്മേൽ ഒരു കല്ലുപോലും ശേഷിക്കയില്ല എന്ന് യെരുശലേം ദൈവാലയത്തിന്റെ നാശത്തെ കുറിച്ചുള്ള ക്രിസ്തു യേശുവിന്റെ പ്രവചനം ഏകദേശം 40 വർഷത്തിന് ശേഷം AD 70 നിറവേറി എന്ന് മനസ്സിലാക്കാം. മത്തായി 24 അധ്യായം 3 വാക്യം മുതൽ 25 അധ്യായം വരെ നീളുന്ന യേശു കർത്താവ് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശങ്ങളും പ്രവചനങ്ങളും ഒലിവുമല പ്രഭാഷണം എന്ന് വിളിക്കപ്പെടുന്നു. മത്തായി സുവിശേഷത്തിലെ യേശുവിന്റെ പ്രധാനപ്പെട്ട 4 പ്രഭാഷണങ്ങൾ മത്തായി 5, 6, 7 അധ്യായങ്ങളിലെ ഗിരിപ്രഭാഷണം, മത്തായി 10 അധ്യായത്തിലെ പ്രേക്ഷിത പ്രഭാഷണം, മത്തായി 13 അധ്യായത്തിലെ ഉപമകളിലൂടെയുള്ള പ്രഭാഷണം, മത്തായി 18 അധ്യായത്തിലെ സഭയെക്കുറിച്ചുള്ള പ്രഭാഷണം എന്നിവയായിരുന്നു. മത്തായി 24 അധ്യായം 3 വാക്യത്തിൽ അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരേണം എന്ന് അപേക്ഷിച്ചു എന്ന് നാം വായിക്കുന്നു. 3 വാക്യത്തിൽ ശിഷ്യന്മാരുടെ 3 ചോദ്യങ്ങൾ യെരുശലേം ദൈവാലയത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രവചനവുമായി ബന്ധപ്പെട്ടതാണ്. അവ ഈ ക്രമത്തിലായിരിക്കുന്നു: 1. ഈ കാരണങ്ങൾ എപ്പോൾ സംഭവിക്കും? 2. നിന്റെ വരവിന്റെ അടയാളം എന്തായിരിക്കും? 3. ലോകാവസാനത്തിന്റെ അടയാളം എന്തായിരിക്കും? ഇവ എപ്പോൾ സംഭവിക്കും എന്ന ആദ്യത്തെ ചോദ്യം യെരുശലേം ദൈവാലയത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. നിന്റെ വരവിന്റെ അടയാളം എന്തായിരിക്കും എന്ന രണ്ടാമത്തെ ചോദ്യം ദൈവാലയത്തിന് ഭയാനകമായ വിനാശം യേശു പ്രവചിച്ചപ്പോൾ ഈ ദുരന്തം കർത്താവിന്റെ സിംഹാസനാരോഹണവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവസാന നാളിൽ ലോകത്തെ വിധിപ്പാൻ ക്രിസ്തു രണ്ടാമതും വരുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അവന്റെ രാജ്യത്തിലും മഹത്വത്തിലും കർത്താവ് വരുന്നതിനെ കുറിച്ചാണ് ഈ ചോദ്യം എന്ന് മനസ്സിലാക്കാം. യുഗാന്ത്യത്തിന്റെ അടയാളം എന്തായിരിക്കും എന്ന 3ാമത്തെ ചോദ്യം യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ട ശേഷം യുഗാന്ത്യത്തിനും എല്ലാറ്റിന്റെയും പുനഃസ്ഥാപനത്തിനുമായി ദാവീദിന്റെ സിംഹാസനത്തിലേക്കുള്ള മശിഹായുടെ ആരോഹണം എപ്പോഴാണ് എന്നാണ്. 3ാമത്തെ ചോദ്യം മുതൽ യേശു കർത്താവ് ഈ ചോദ്യങ്ങൾക്ക് വിപരീത ക്രമത്തിലാണ് ഉത്തരം നൽകിയത് എന്ന് 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ ശിഷ്യന്മാരുടെ 3 ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതിന് മുമ്പായി ആമുഖമായി യേശു കർത്താവ് അനേക വ്യാജ മിശിഹാമാർ പ്രത്യക്ഷപ്പെടുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യുമെന്ന് അവൻ അവരെ മുന്നറിയിപ്പ് നൽകിയതായി 4-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 4-5 വാക്യങ്ങളിൽ അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കുമെന്ന് നാം വായിക്കുന്നു. ദൈവാലയത്തിന്റെ നാശം, മിശിഹയുടെ സിംഹാസനത്തിലേക്കുള്ള തന്റെ ആരോഹണം, യുഗാന്ത്യം എന്നിവയെ കുറിച്ചുള്ള 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുമ്പ് യേശു ആദ്യം ശിഷ്യന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ ശ്രദ്ധിക്കുക.
എന്നാണ്. കാരണം ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരുമെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. തൻ്റെ അനുയായികൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കാനും യേശുവിന്റെ നാമത്തിൽ വരുന്ന ഈ വ്യാജ ക്രിസ്തുക്കൾ അഥവാ വ്യാജ മിശിഹാമാർ ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുന്നതിനൊപ്പം ഞാനാകുന്നു അഥവാ ദൈവമാണെന്ന് അവകാശപ്പെടുമെന്നും സമയം അടുത്തിരിക്കുന്നു എന്നും നുണ പറഞ്ഞ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുമെന്നും അവരെ അനുഗമിക്കരുതെന്നും കർത്താവ് അർത്ഥമാക്കുന്നതായി ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 8 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ വ്യക്തമാണ്. 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്നവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതായി നാം വായിക്കുന്നു. ശിഷ്യന്മാരുടെ യുഗാന്ത്യത്തിന്റെ അടയാളം എന്തായിരിക്കും എന്ന ചോദ്യത്തിന് നൽകുന്ന ഉത്തരമാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും യുഗാന്ത്യത്തിന്റെ അടയാളമല്ല. ഇവ സംഭവിക്കും, പക്ഷേ അവ അന്തിമം അല്ല എന്ന് യേശുവിന്റെ പേരിൽ ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെടും. ചിലർ വിശ്വാസം ഉപേക്ഷിക്കുമെന്നും കള്ളപ്രവാചകന്മാർ പലരെയും വഞ്ചിക്കുമെന്നും കർത്താവ് പറയുന്നു. പാപം വർദ്ധിക്കുന്നത് കണ്ട് അനേകരുടെ സ്നേഹം തണുക്കുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ അനേക പരീക്ഷണങ്ങൾക്കിടയിലും അവസാനം വരെ സഹിച്ചു നിൽക്കത്തക്കവണ്ണം വിശ്വസ്തരായവർ രക്ഷിക്കപ്പെടുമെന്നും കർത്താവ് പറയുന്നു. സകല ജാതികൾക്കും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതിനു ശേഷമേ അവസാനം വരൂ എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. കർത്താവ് ഇവിടെ പ്രതിപാദിക്കുന്നത് ലോകാവസാനമല്ല, മറിച്ച് യഹൂദ രാഷ്ട്രത്തിന്റെയും യെരുശലേം നഗരത്തിന്റെയും ദൈവാലയത്തിന്റെയും അവസാനമാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ലോകമെമ്പാടും സുവിശേഷത്തിന്റെ സാർവത്രിക പ്രസംഗം ജെറുസലേം നഗരത്തിനും ദൈവാലയത്തിനും ഭവിക്കാനിരിക്കുന്ന നാശത്തിന്റെ മാനദണ്ഡവും അടയാളവുമായിരുന്നു എന്ന് വ്യക്തമാണ്.